നമസ്കാരം. ഞാൻ സ്ത്രീ എന്ന ഈ ടെലിവിഷൻ ഹിസ്റ്ററിയിലെ തന്നെ മെഗാ റിയൽ ഷോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ നേതാവിനെ കണ്ടുപിടിച്ച് സ്ത്രീകളെ നയിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു സമൂഹത്തിനെ പോലും നയിക്കാനുള്ള ഊർജ്ജം കൊടുക്കുന്ന ഒരു ആശയമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ പരിപാടി തുടങ്ങാൻ പോവാണ്. ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ശ്രീമതി KR മീര, പ്രശസ്ത സാഹിത്യകാരി. ശ്രീ അഡ്വക്കേറ്റ് AV വാമനകുമാർ, JCI ഇന്റർനാഷണൽ ട്രെയിനറാണ് അദ്ദേഹം. ശ്രീ MG രാധാകൃഷ്ണൻ, പ്രശസ്ത ജേർണലിസ്റ്റ്. വെൽക്കം സർ. വെൽക്കം മാഡം. വെൽക്കം സർ. ഇനി നമ്മുടെ കണ്ടസ്റ്റൻസ് ആരാന്നല്ലേ ഈ എപ്പിസോഡിലെ 3 സ്ത്രീ കരുത്തുകൾ. അതാരാന്ന് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായി രശ്മി, വയനാട്ടിൽ നിന്ന്. അർച്ചന, തിരുവനന്തപുരത്ത് നിന്ന്. ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, പക്ഷെ തിരുവനന്തപുരത്താണ് വീട്. മാരിയത്ത് നിലമ്പൂർ ചുങ്കത്തറയിൽ നിന്ന്. വെൽക്കം മാരിയത്ത്. വെൽക്കം അർച്ചന, രശ്മി. ഞങ്ങളുടെ നല്ല ഓഡിയൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ സെഗ്മെന്റ് സ്വപ്നം ജീവിതം. നമ്മുടെയൊക്കെ ഉൾക്കരുത്തിന്റെ കാതൽ നമ്മുടെ സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തെയും ലോകത്തെയും പുതുക്കിപ്പണിയുന്നത്. മത്സരാർത്ഥികൾ കൗമാര യൗവന കാലങ്ങളിൽ കണ്ട സ്വപ്നങ്ങളും ഇപ്പോഴത്തെ ജീവിതവും. ഇന്ന് നമ്മൾ മാരിയത്തിന്റെ സ്വപ്നം ജീവിതം എന്ന പ്രൊഫൈലാണ് കാണാൻ പോകുന്നത്. മാരിയത്ത് എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ? സ്വന്തമായിട്ട് ഒരു സ്വന്തം ജീവിതം കാണാൻ പോകണം ഞങ്ങളെല്ലാവരും, ഈ പ്രേക്ഷക ലക്ഷങ്ങൾ എല്ലാവരും. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? എന്താണ് ഇപ്പോൾ തോന്നണേ? ഞാനും കാത്തിരിക്കുകയാണ് സ്വപ്നം കാണാൻ. ഞാനും കാത്തിരിക്കുകയാണ് സ്വപ്നം കാണാൻ. ഞങ്ങൾ കാത്തിരിക്കും താങ്കളുടെ ജീവിതം കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്, സ്വപ്നം ജീവിതം. കിളികളോടും തുമ്പികളോടും കിന്നാരങ്ങൾ പറഞ്ഞ്, പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും ഇടയിലൂടെ ഓടിക്കളിച്ച്, കൂടപ്പിറപ്പുകളോടും കൂട്ടുകാരികളോടും ഇണങ്ങിയും പിണങ്ങിയും സ്കൂളിലും മദ്രസയിലും സാധാരണ ഒഴുക്കോടെ പോയിക്കൊണ്ടിരുന്ന 6 വയസ്സുകാരി എന്തായിരിക്കും ആ പ്രായത്തിൽ സ്വപ്നം കണ്ടിരിക്കുക? തനിക്കൊരു വലിയ ചിത്രകാരിയാവണമെന്നും തന്റെ ചിത്രങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാർ എത്തിച്ചേരണമെന്നും അവൾ കൊതിക്കാൻ തുടങ്ങി. ഇപ്പോൾ മാരിയത്തിന് വേറൊരു സ്വപ്നം കൂടിയുണ്ട്. തന്നെപ്പോലെ ചക്രക്കസേരകളിൽ ജീവിതം ഒതുങ്ങിപ്പോകുന്നവർക്ക് ഒരു പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കണം. ലോകത്തിന്റെ നന്മകളിലേക്ക് അവരെ കുടിമുതൽ കൂട്ടണം. സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുകയും ചെയ്യുന്ന ഈ സ്ത്രീ ബാല്യകാലം കഴിച്ചുകൂട്ടിയത് ഏറനാട്ടെ ചുങ്കത്തറ എന്ന ഗ്രാമത്തിലായിരുന്നു. പണ്ട് ഈ നാട് മുഴുവൻ നിലമ്പൂർ കോവിലകത്തിൻ്റെതായിരുന്നു. ഇടമുറിയാത്ത ഒരു സ്കൂൾ വിദ്യാഭ്യാസകാലവും മദ്രസ പഠനകാലവും മാരിയത്തിനില്ല. ചുങ്കത്തറ എയ്ഡഡ് UP സ്കൂളിലും
MPM ഹൈസ്കൂളിലും ചുങ്കത്തറ മാർത്തോമ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. 1982 ഏപ്രിൽ മാസത്തിലെ മധ്യവേനൽ അവധിക്കാലത്ത് നേരം തെറ്റിവന്ന ഒരു ചെറിയ പനി മാരിയത്തിന്റെ കാലുകളെ തളർത്തിയില്ലായിരുന്നെങ്കിൽ മാരിയത്തിന്റെ ജീവിതം ഇങ്ങനെയാവുമായിരുന്നില്ല. പെട്ടെന്നാണ് കളിയും ചിരിയും നിറഞ്ഞ ബാല്യം മാരിയത്തിന് നഷ്ടമായത്. മാരിയത്തിൻ്റെ രണ്ടാമത്തെ ആളാണ്. 7ാമത്തെ വയസ്സിൽ അവൾ പോളിയോ പിടിച്ചതായിരുന്നു. നടക്കാൻ വയ്യാതായി. പിന്നെ അങ്ങനെ കുറേ ചികിത്സിച്ചു. അങ്ങനെ പിന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊരു ജോലി കിട്ടി. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വളരെ സന്തോഷമായിട്ട് പോകുന്നു. മാരിയത്തിന്റെ ജീവിതം വീൽ ചെയറിൽ ഒതുങ്ങി. ഓർമ്മകളുടെ പച്ചമരത്തണലിൽ ഇളങ്കാറ്റ് വീശുമ്പോൾ മാരിയത്ത് എഴുതിയതുപോലെ, എന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ വഴികളിലെ ഓരോ കല്ലും മറ്റൊരുപാട് പാദസ്പർശത്താൽ ഇപ്പോൾ എന്നെ മറന്നു കഴിഞ്ഞപ്പോൾ. ഒരു നാൾ ആശുപത്രി കിടക്കയിൽ കിടന്ന് മാരിയത്ത് വെറുതെ വരയ്ക്കാൻ തുടങ്ങി. പൂക്കളും മരങ്ങളും വീടുകളും മനുഷ്യരൂപങ്ങളും നോട്ടുപുസ്തകത്താളിൽ നിറയെ വരച്ചു. മാരിയത്തിന് ഇങ്ങനൊരു വികലാംഗതയുണ്ടെങ്കിൽ പോലും അത് വകവയ്ക്കാതെ ഇന്ന് സമൂഹത്തിലും നാട്ടിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. മാരിയത്ത് വരകളിൽ മാത്രമല്ല ജീവിതത്തെ സാർത്ഥകമാക്കിയത്. ചെറുപ്പത്തിൽ കലപില സംസാരിച്ചിരുന്ന അവൾ എഴുതാനും തുടങ്ങി. മാര്യത്തിനെ കണ്ടുമുട്ടിയത് മുതൽ മാര്യത്ത് പഠിച്ച് വലുതാകണമെന്ന്, നന്നായിട്ട് പഠിച്ച് ജയിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഓരോരുത്തരെ സമീപിച്ച് അവളെ പഠിപ്പിക്കാൻ പ്രയത്നിച്ചു. ഏതായാലും പഠിച്ചു, അവളെ ജയിച്ചു, ഇത്രത്തോളമൊക്കെ ആയി. ദൈവം അവളെ അനുഗ്രഹിച്ചു. ഈ നിലയിൽ നിങ്ങളെല്ലാവരും കൂടിയിരിക്കാൻ ദൈവം ഒരവസരം കൊടുത്തു. അതിന് നന്ദി. മാരിയത്ത് ഇപ്പോൾ പുറം ലോകവുമായി സംവദിക്കുന്നത് എഴുത്തിലൂടെയും വരകളിലൂടെയും മാത്രമല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് ഇന്ന് മാരിയത്ത്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരെപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും. ഓഫീസിൽ വരുമ്പോൾ മുതൽ പോകുന്നവരെ ഒരേ ചിരിച്ച മുഖത്തോടെ അവർ ഓഫീസിൽ വരാൻ കഴിയുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവൾക്ക് നിഷേധിക്കപ്പെട്ട പുറം ലോകത്തിലേക്ക് അവളെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീകളുടെ കഴിവുകളെയും അവരുടെ കരുത്തിനെയും അംഗീകരിക്കാനും പരിപോഷിപ്പിക്കാനും ഈ പരിപാടി കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഷുവറാ, നിലമ്പൂരും ചുങ്കത്തറയല്ല, നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ്. ഇല്ല, ആ ചിരി മതി അല്ലേ? അവിടെ നിലമ്പൂർ ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിസുന്ദരിയാണ്. അപ്പൊ ഈ സ്വപ്നമൊക്കെ ജീവിതമൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. അപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാരിയത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ എൻ്റെ വക ചോദ്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ ജഡ്ജസിന് കൈമാറുകയാണ്. ശരിക്കും അഭിനന്ദിക്കാൻ വാക്കുകളില്ല. കാരണം മാരിയത്തൊരു വലിയ പ്രതീകമാണ്. എന്ത് പറഞ്ഞാലും അധികമല്ല എന്നതാണ് വാസ്തവം. ഇനിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനിയുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, ഞാനതിനകത്ത് പറഞ്ഞ പോലെ തന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചപ്പോൾ എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. ഒരു കാലത്ത് ഞാൻ ഇത് പറഞ്ഞ പോലെ ഒന്നിനും കഴിയാതെ കിടന്നപ്പോൾ എനിക്ക് ആകെ ഒരു ആശ്വാസം കിട്ടിയത് ചിത്രം വരച്ചപ്പോഴായിരുന്നു. അത് ഞാൻ എവിടെയും പോയി കണ്ടിട്ടോ വരച്ച് പഠിച്ചിട്ടോ ഇല്ല. എനിക്ക് തോന്നിയ പോലെ ചെയ്തു, തോന്നിയ പോലെ വരച്ചു. അത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരു പ്രദർശനം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് ഏക കാരണം എനിക്ക് ഒരു പ്രദർശനം നടത്താൻ ഏക പ്രചോദനമായത് എനിക്ക് കെ ജയകുമാർ സാറാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വരെ എത്തിയത് ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ
ആഗ്രഹിച്ചത് കൊണ്ടോ സ്വപ്നം കണ്ടത് കൊണ്ടോ അല്ല, എനിക്ക് ഒരുപാട് പേരുടെ സഹായവും സഹകരണം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ എത്തി എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. മരിയത്തൊരു ഈ ഓടി നടന്ന ഒരു കുട്ടിക്കാലത്ത് പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്ന് നടക്കാൻ പറ്റാതായ ആ നാളിൽ ഇപ്പോൾ ഓർമ്മയിലുണ്ടോ? ഓ ഉണ്ട് 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 ഉണ്ട്. അത് ഞാൻ മറക്കാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് പനി വന്നതും തളർന്നതും. പക്ഷെ അന്ന് മുതൽ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് വന്നതും പനി വന്നതും ഒക്കെ എനിക്കറിയാം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അതുപോലെ പകർത്തിയിട്ടുണ്ട്. 7 വയസ്സ് 6 വയസ്സല്ലേ, മറന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അത് ഞാൻ മറന്നിട്ടില്ല. അവിടുന്ന് ജീവിതത്തിൽ ഇനിയും ഈ അത് അങ്ങനെ സംഭവിച്ചെങ്കിലും ഈ ഇവിടേക്ക് എത്താനുള്ള ഒരു മനക്കരുത്തും ഒരു സ്വപ്നം കാണാനുള്ള ഒരു പ്രതീക്ഷയൊക്കെ എവിടുന്ന് കിട്ടിയത്? മനക്കരുത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ തളർന്ന സമയത്തും ആ ഒരു കുറേ കാലങ്ങൾ 7 വയസ്സിൽ തളർന്നു എന്ന് പറയുമ്പോൾ ഞാൻ നടക്കാൻ കഴിയാണ്ടായി എന്നൊന്നും ഞാൻ അന്ന് വിചാരിക്കുന്നില്ല. ഒരൊറ്റ ദിവസമാണ് എനിക്ക് തളർച്ച വന്നത്. അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നാളെ മാറും, ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അടുത്ത ആഴ്ച മാറും, ഈ ഒരു ഹോസ്പിറ്റലിൽ മാറി ഓരോ ഹോസ്പിറ്റലിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഞാൻ നടന്നാവും വരുന്നത്, സ്കൂളിൽ പോവാം, തുടർന്ന് എനിക്ക് പഠിക്കാൻ കഴിയും. അത് മാത്രം ഞാൻ ചിന്തിച്ചത്. അത് ഓരോ വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. അപ്പോഴാണ് എനിക്ക് പഠിക്കണം, കൂടുതലൊന്നുമല്ല, എനിക്ക് അന്നൊന്ന് 10 പാസ്സാവണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ വരുമായിരുന്നു കുഞ്ഞമ്മ ടീച്ചർ എപ്പോഴും പറയും, മോള് പഠിക്കണം, കഴിയുന്നത്ര പഠിക്കണം. പക്ഷെ എനിക്ക് ഈ ചികിത്സ കാരണം വീട്ടിലുണ്ടാവാത്തത് കൊണ്ടും അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പഠിക്കണം എന്ന് പറയുമ്പോൾ അത് എല്ലാ വിഷയവും വീട്ടിൽ വന്ന് പഠിപ്പിച്ച് തരാനും എനിക്ക് ആളെ കിട്ടിയില്ല. അതെല്ലാ സൗകര്യം ഒത്തു വന്ന് അതെൻ്റെ 1-2 സുഹൃത്തുക്കൾ, ഒരു ബഷീർ സാറ്, ഒരു സുരേന്ദ്രൻ മാഷ്, അവിടെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന സാറ് വരാം, അവർ വന്ന് എന്നെ പഠിപ്പിക്കാൻ, മാര്യത്ത് പഠിക്കുമെങ്കിൽ ഞങ്ങൾ വന്ന് പഠിപ്പിച്ച് തരാം എന്നൊരു വാക്കിലാണ് ഞാൻ വെറും 4 മാസം കൊണ്ട്, ശരിക്കും ഡിസംബർ 21 മുതൽ ഞാൻ പഠനം തുടങ്ങുകയാണ്. മാർച്ച് 13-ന് എക്സാമും എഴുതി. വെരി ഗുഡ്. ഞാൻ സ്ത്രീ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപക്ഷെ ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നുന്നൊരു നിമിഷം, സംതൃപ്തി തോന്നുന്ന നിമിഷമാണ് മാര്യത്തിൻ്റെ ഈ കഥ കേൾക്കാനും മാര്യത്തിൻ്റെ സ്വപ്നം അറിയാനും ഒക്കെ തോന്നുന്നത്. അല്ല, മാര്യത്തിൻ്റെ ഈ സാന്നിധ്യം തന്നെ ഈ ലോകത്തിന് എന്തൊരു വലിയ സഹായമാണ് ചെയ്യുന്നത്. എന്തൊരു മാര്യത്തിൻ്റെ പേര് പ്രത്യാശ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ നിരാശയുള്ളവർക്ക്, അതല്ലേ നമ്മൾ ചുറ്റിനും കാണുന്നത്, ഇരുട്ടിൻ്റെയും നിരാശയുടെയും എല്ലാം നിറഞ്ഞിരിക്കുന്ന ലോകത്ത് ഇങ്ങനെ വെളിച്ചമേന്തിയ പെൺകുട്ടിയെ പോലെ നിറഞ്ഞ സൗന്ദര്യത്തിൻ്റെയും പ്രതിഭയുടെയും ഒക്കെ നിറഞ്ഞ ആ സാന്നിധ്യം. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നത്. കാരണം നമുക്ക് നമ്മളിൽ തന്നെ, മാര്യത്തിൽ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ആത്മവിശ്വാസം, ഇങ്ങനെ ഒരു പുതിയ ആത്മവിശ്വാസവും ഒരു പ്രത്യാശയും ഇങ്ങനെ പകരുകയാണ് മാര്യത്തിൻ്റെ സാന്നിധ്യം. ശരിക്കും പറഞ്ഞാൽ തട്ടത്തിൻ മറയത്ത് എന്നല്ല, തട്ടത്തിൻ മാരിയത്ത് എന്നാണ് വിളിക്കേണ്ടത്. അപ്പൊ ഇനി മാർക്കിടാം. ഈ ഫ്ലോറിൽ ഇതുവരെ കിട്ടിയ ഏറ്റവും ഉയർന്ന മാർക്കാണ് മാര്യത്തിന് കൊടുക്കാൻ പോകുന്നത്, 9.